ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇഫ്താറിൻ്റെ സമയത്തൊക്കെ വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു സ്നാക്ക് എങ്ങനെയാണ് റെഡിയാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതാ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മൂത്ത് വന്ന ശേഷം നമുക്കിതിലേക്ക് ഒരു 2 സവാള ഇതുപോലെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ 2 പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 2 അല്ലി കറിവേപ്പില അരിഞ്ഞതും പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് അങ്ങ് വഴന്ന് കുഴഞ്ഞു പോകുന്നു വേണ്ട കേട്ടോ. ആ ഒരു സവാളയുടെ ഒരു കടി മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. ഇപ്പോൾ ഇതാ സവാളയൊക്കെ ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ തക്കാളിയുടെ പീസ് ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളിയും അതുപോലെ നമ്മൾ കറിക്കൊന്നും വഴറ്റിയെടുക്കുന്നത് പോലെ പറ്റങ്ങ് അലിഞ്ഞു പോകുന്നു വേണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. എന്നിട്ട് നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ചിക്കൻ മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചിക്കൻ മസാല ഇല്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലയും കൂടി അതിന് പകരമായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുമ്പോൾ പിന്നെ അതിലേക്ക് വേറെ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു മസാലയുടെ പച്ചമണം ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. അപ്പോൾ അതാ ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 1 ടീസ്പൂണ് ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലുള്ള സമൂസ ഷീറ്റാണ്. അപ്പോൾ സമൂസ ഷീറ്റ് ഞാനിതാ 1-ൽ 2 എണ്ണമാണ് കേട്ടോ വേണ്ടത്. എന്നിട്ട് ഇതുപോലെ ക്രോസ് ആയിട്ടൊന്ന് വെച്ച് കൊടുക്കാം. ഒന്നിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു നടുഭാഗത്ത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് മൈദയുടെ പേസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് നന്നായിട്ട് പ്രസ്സായിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ വെച്ച് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിതിൻ്റെ ഈ ഒരു നടുഭാഗത്തായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഉള്ളിയുടെ മസാല വെച്ച് കൊടുക്കുക. മസാല ഇതുപോലെ ഒന്ന് ഫ്ലാറ്റായിട്ട് ഒന്ന് പരത്തിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. നല്ല കറക്റ്റായിട്ട് തന്നെ വെച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു മുട്ടയുടെ പകുതിയാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. പുഴുങ്ങിയ മുട്ട 2ആയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്നിന് ആ ഒരു പീസും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതാ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. ഈ ഒരു ഭാഗം ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ മടക്കി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു മുകൾ ഭാഗത്തായിട്ട് നമുക്ക് മൈദയുടെ പേസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഈ ഒരു സൈഡൊന്നും മടക്കി കൊടുക്കുക. വീണ്ടും മൈദയുടെ പേസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ തന്നെ 4 ഭാഗവും ഒന്ന് മടക്കി കൊടുക്കുക കേട്ടോ. വീഡിയോയിൽ കാണുന്നത് പോലെ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് 4 ഭാഗവും ഒന്ന് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം ഇനി സൈഡിലൊക്കെ വല്ല ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ആ ഒരു ഭാഗത്ത് നമുക്ക് മൈദയുടെ പേസ്റ്റ് വെച്ചിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓയിലൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ റെഡിയാക്കി എടുക്കുക. ഇനി ഇതവിടെ മാറ്റി വെക്കാം. എന്നിട്ട് ഒരു മുട്ട ഞാൻ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ബോക്സ് ഈ ഒരു മുട്ടയിൽ ഡിപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ബ്രെഡ് ക്രംസ് വെച്ചിട്ടൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഇനി ബാക്കിയുള്ളതെല്ലാം റെഡിയാക്കി എടുക്കാം. എന്നിട്ട് നല്ല ചൂടായിട്ടുള്ള ഓയിലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പൊരിച്ചെടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ എടുക്കാം. ഒരു സൈഡ് റെഡിയായിട്ട് വരുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ പൊരിച്ചെടുക്കുന്നത്. പെട്ടെന്ന് തന്നെ ഇത് റെഡിയായിട്ട് കിട്ടും. ഇനി ഇതൊന്ന് 2 സൈഡും ഇതുപോലെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് പൊരിച്ചെടുക്കുക. എന്നിട്ട് ഇതുപോലെ നല്ലൊരു ബ്രൗൺ കളറാവുന്ന സമയത്ത് നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് എടുത്തിട്ട് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കാം. അപ്പോൾ ഇഫ്താറിൻ്റെ സമയത്തോ അല്ലെങ്കിൽ 4 മണി ചായയുടെ കൂടെയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ക്രഞ്ചി ആയിട്ടുള്ള എഗ് ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്